ശ്രീശാന്തിനെയും ഒരുമിച്ച് പറയുമ്പോഴെല്ലാം ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യമാണ് IPLലെ ഇരുവരുടെയും ആ വിവാദ സംഭവം. ഹർഭജൻ ശ്രീശാന്തിന്റെ മുഖത്തടിക്കുകയും ശ്രീശാന്ത് കണ്ണീരൊഴുക്കുകയും ചെയ്ത ആ സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വലിയ വിവാദത്തിനാണ് ഇത് ഇടയാക്കിയത്. ഇപ്പോഴിതാ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരണം നൽകിയിരിക്കുകയാണ് മലയാളി താരം ശ്രീശാന്ത്. ഹർഭജൻ സിംഗ് അടിച്ചപ്പോൾ കരഞ്ഞത് അടിയുടെ വേദന കൊണ്ടല്ല, മറിച്ച് മനസ്സിന് വേദനയായിട്ടാണ് എന്നാണ് ശ്രീശാന്ത് പറയുന്നത്. 2008 ഇന്ത്യൻ പ്രീമിയർ ലീഗിലായിരുന്നു ഹർഭജൻ ശ്രീശാന്തിനെ അടിച്ച് വിവാദം ഉയർന്നത്. രൺവീർ ഷോയിൽ സംസാരിക്കവെയായിരുന്നു ശ്രീശാന്തിന്റെ ഈ മനസ്സ് തുറക്കൽ. നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയോ മറ്റോ ആയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അത് തുടർച്ചയായി കാണിച്ചു. ശ്രീശാന്ത് പറഞ്ഞു, അത് ഏറ്റവും വലിയ വാർത്തയായി മാറി. അവിശ്വസനീയമായിരുന്നു ആ സംഭവം. ഞാൻ ഹർഭജനെ ഇപ്പോഴും ബാജിപ്പ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം എപ്പോഴും എനിക്ക് ബഹുമാനമുള്ള ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആയിരിക്കുമ്പോഴും ഞാൻ പോയി ഹർഭജനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. അത്രയ്ക്ക് നല്ല ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ, ശ്രീശാന്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കരഞ്ഞത് വേദന കൊണ്ടല്ല, ഹൃദയത്തിനുണ്ടായ വിഷമം കൊണ്ടാണ്. അവൻ എന്നെ അടിച്ചു എന്ന സംഭവം എനിക്ക് ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല. ആരാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് ആശങ്കയുമില്ലായിരുന്നു, ശ്രീശാന്ത് തുടർന്നു. ഒരു ഇളയ സഹോദരൻ എന്ന നിലയിൽ ഒരു ജ്യേഷ്ഠൻ വഴക്കു പറയുകയാണെങ്കിൽ അയാൾക്ക് അതിനെല്ലാ അവകാശവും ഉണ്ടായിരുന്നു. അന്ന് കളി നടക്കും മുമ്പ് അവൻ എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്കെതിരെ നിന്റെ സ്വഭാവം അതിരുകടക്കരുത് എന്ന്, ശ്രീശാന്ത് പറയുന്നു. ആദ്യ IPL സീസണിലായിരുന്നു ബാജിയും ശ്രീശാന്തും തമ്മിലുള്ള ഈ വിവാദ സംഭവം നടന്നത്. അന്ന് ശ്രീശാന്ത് പഞ്ചാബ് കിങ്സിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്, ഹർഭജൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും. മുംബൈയെ പഞ്ചാബ് തോൽപ്പിച്ച ശേഷം കളിക്കാർ മൈതാനത്ത് കൈകൊടുത്ത് പിരിയുന്ന സമയം ശ്രീശാന്ത് ബാജിയോട് എന്തോ പറയുകയും ബാജി ഉടൻ ശ്രീശാന്തിന്റെ മുഖത്തടിക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം ഹർഭജനെ തുടർന്നുള്ള IPL സീസണിൽ സസ്പെൻഡ് ചെയ്യുകയും കൂടാതെ പിഴശിക്ഷയും നൽകി. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മാച്ച് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ.